ഹലോ, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. എത്ര പഠിച്ചിട്ടും സ്കൂളിൽ എത്തുമ്പോഴേക്കും പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. എത്ര ട്യൂഷൻ കൊടുത്തിട്ടും വിനോദങ്ങൾ എത്ര തന്നെ കുറച്ചിട്ടും പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കിൽ യാതൊരുവിധ മാറ്റവുമില്ല. വീട്ടിൽ നിന്നും കുട്ടിയെ തീരെ ശ്രദ്ധിക്കുന്നില്ലേ? പാഠഭാഗത്തിന്റെ ഹെഡിങ് പോലും വായിക്കുവാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നില്ലല്ലോ. അക്കങ്ങൾ ശരിയായ രീതിയിൽ കൂട്ടുവാനോ കുറയ്ക്കുവാനോ വലുത് ഏതെന്നോ ചെറുത് ഏതെന്നോ ഇനിയും അറിയാത്ത അവസ്ഥ. ചില കുട്ടികളെക്കുറിച്ച് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമുള്ള സ്ഥിരം പരാതികളാണ് ഇവയെല്ലാം. ഒരു ക്ലാസ്സിൽ ചുരുങ്ങിയത് 5% കുട്ടികളെങ്കിലും പഠന വൈകല്യമെന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസം അഭിമാനവും രക്ഷിതാക്കൾക്ക് പൊങ്ങച്ചം പറയുവാനുള്ള പ്രധാന വിഷയവുമായി മാറിയിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തങ്ങളുടെ മക്കൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുക എന്നത് ഏതൊരു രക്ഷിതാവിനും വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പഠന വൈകല്യത്തിന്റെ പേരിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വളരെയധികം മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ പഠിക്കാത്തതിന്റെ പേരിൽ കുട്ടിയെ വഴക്ക് പറഞ്ഞതുകൊണ്ടോ അടിച്ചതുകൊണ്ടോ പഠന വൈകല്യത്തിന് ഒരിക്കലും ഒരു പരിഹാരമല്ല. മാത്രവുമല്ല, നിങ്ങൾ പഠിക്കാത്തതിന്റെ പേരിൽ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ അത് ആ കുട്ടിയെ കൂടുതൽ മാനസികമായി തളർത്തുവാനും പഠനത്തോട് കൂടുതൽ അകൽച്ച ഉണ്ടാക്കുവാനും രക്ഷിതാക്കളുമായിട്ട് കൂടുതൽ അകലാനും മാത്രമേ സഹായിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ ആദ്യമായിട്ട് വേണ്ടത് രക്ഷിതാക്കൾക്ക് അങ്ങേയറ്റം ക്ഷമയാണ്. സാധാരണ കുട്ടികളെ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് യാതൊരുവിധ ക്ഷമയും ഉണ്ടാവുകയില്ല. പഠന വൈകല്യം നേരിടുന്ന കുട്ടിക്ക് അവൻ്റേതായിട്ടുള്ള കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു പഠന രീതി കണ്ടെത്തുകയും അതിലൂടെ കുട്ടിക്ക് പരിശീലനം നൽകുകയും ചെയ്യുക. ഇതിന് ഒരു റെമഡിയേറ്ററിൻ്റെയോ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെയോ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. നിങ്ങൾക്ക് അത് വളരെയേറെ ഉപകാരപ്രദമാകുകയും ചെയ്യും. ഇവിടെ പഠന വൈകല്യം നേരിടുന്ന കുട്ടികൾക്ക് നേരത്തെ തന്നെ വേണ്ട പിന്തുണയും പരിശീലനങ്ങളും നൽകിയില്ല എങ്കിൽ ഭാവിയിൽ ഈ ബുദ്ധിമുട്ടുകൾ കൂടുതൽ സങ്കീർണമാവുകയുള്ളൂ. പഠന വൈകല്യങ്ങൾ നേരിടുന്നതോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് ചില മേഖലകളിൽ അസാധാരണമായിട്ടുള്ള സാമർഥ്യവും കഴിവും കാണിക്കാറുണ്ട്. ചിലർ നന്നായി പാട്ട് പാടും, ചിലർ നന്നായി ചിത്രം വരയ്ക്കും, ചിലരാകട്ടെ നന്നായി ഡാൻസ് കളിക്കും. പക്ഷേ ഇവിടെയൊക്കെ പഠനത്തിൽ ഈ കുട്ടി പിന്നോട്ട് നിൽക്കുന്നത് കാരണം അധ്യാപകരും രക്ഷിതാക്കളും ഇത്തരം കഴിവുകളെ കണ്ടില്ല എന്ന് നടിക്കുകയും പഠനത്തിലുള്ള പിന്നോക്ക അവസ്ഥയുടെ പേരിൽ കുട്ടികളെ നിരന്തരം പോഷിക്കുകയും ചെയ്യും. ഇവിടെ ഒരിക്കലും കുട്ടികളെ തളർത്താതെ അവരുടെ അഭിരുചികൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ട പ്രോത്സാഹനങ്ങളും പിന്തുണയും നൽകുകയാണ് വേണ്ടത്. മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണ്, അഭിമാന പ്രശ്നമാണ് എന്നൊക്കെ കരുതി പഠന വൈകല്യത്തെ മറച്ചു വെക്കുകയും കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുന്നതിൽ നിന്നും പിന്നോക്കം നിൽക്കുന്നവരാണ് അധികം രക്ഷിതാക്കളും. എന്നാൽ ഇത്തരം പ്രവണതകൾ തങ്ങളുടെ മക്കളെ കൂടുതൽ പരാജയങ്ങളിലേക്ക് തള്ളിവിടാനേ ഉപകരിക്കൂ എന്ന സത്യം ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം. എന്താണ് പഠന വൈകല്യം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ എങ്ങനെ പഠന വൈകല്യം നിങ്ങൾക്ക് തന്നെ, രക്ഷിതാക്കൾക്ക് തന്നെ അല്ലെങ്കിൽ അധ്യാപകർക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ട പിന്തുണ നൽകുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.